നേരം എത്രയായി? സാവിത്രി ചുറങ്ങണില്ലേ? അമ്മമ്മ തിരക്കണുണ്ടായിരുന്നു. അത്താഴം കഴിച്ചില്ലല്ലോ ഇന്ന്. വിശപ്പ് തോന്നാഞ്ഞിട്ടാ. എന്താ ആലോചിക്കണത്? ഒന്നുമില്ല. പത്മിനി കിടന്നോളൂ, ഞാൻ വന്നോളാം. എന്താ? ഞാൻ കുറച്ച് കാശ് തരാൻ വന്നതാ. വാടക. ഇന്നലെ സൈക്കിളിൽ നിന്ന് വീണു കേട്ടു. എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. വീഴുവന്നേ. നിക്കു കേട്ടോ, ഞാൻ കുടിക്കാതിരി സംഭാരം എടുത്തോണ്ട് വരാം. ചിലപ്പോ വീഴും, പക്ഷെ ഒന്നും പറ്റില്ല. ആരാധിക്കുന്ന ഒരു ദേവിയുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദേവി. കൺകെട്ടുകാരനെയും ആ ദേവി കാത്തു രക്ഷിച്ചോളൂ. എന്തെങ്കിലും ഒരു കൺകെട്ട് കാണിക്കോ? ഞങ്ങൾക്കൊന്ന് കാണാനാ. അവിടെ വന്ന് കാണാൻ അച്ഛൻ സമ്മതിക്കില്ല. കുട്ടികളുടെ ആഗ്രഹമല്ലേ, എന്തെങ്കിലും ഒന്ന് കാണിക്കൂ. കാണിക്കാം, ഒന്ന് കാണിക്കാം. കാണിക്കാം. എന്താ ഇപ്പൊ കാണിക്കുന്നത്? കാണിക്കുന്നേ. എന്താ ഇത്? ആണോ? ഇപ്പൊ നോക്കിക്കോണേ. ദേവി, തല്ല. ഇതങ്ങനെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ ആരാധിക്കുന്ന ഒരു ദേവി ഉണ്ടെന്ന്. ആ ദേവിക്കുള്ളതാണ് ഈ മാല. ശരി, വരട്ടെ. നീ ഇങ്ങനെ വാശി പിടിക്കരുത്. തമ്പുരാന്റെ സ്വഭാവം അറിയാലോ. എല്ലാം വരുത്തി വെച്ചിട്ട് മനസ്സല്ലേ എനിക്ക്. സാവിത്രിക്കുട്ടി, അച്ഛമാമ ധർമ്മസങ്കടത്തിലാക്കല്ലേ മോളെ. മോള് സ്വന്തം മോളായിരുന്നെങ്കിൽ പറയൂ അച്ഛമാമ. സാവിത്രിക്കുട്ടി സുഖമില്ലാതെ കിടപ്പാ. പറയണത് കള്ളമാണേലും അത് മുഖത്ത് നോക്കി പറയണോടോ നായരെ. തമ്പുരാനെ, വേണ്ട, വിശദീകരണം ആവശ്യമില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാമെന്നല്ലാതെ പ്രതാപവർമ്മയ്ക്ക് വടക്കേക്കരയ്ക്കുള്ള വരവുകൊണ്ട് ലാഭമൊന്നുമില്ല, ഇല്ലേ? ആയിക്കോട്ടെ, ഇത്തവണ കൂടി വിഡ്ഢിവേഷം കെട്ടിക്കോളാന്ന് സാവിത്രിക്കുട്ടിയോട് പറഞ്ഞേക്ക്. തിങ്കളാഴ്ച മദ്രാശിക്ക് മടങ്ങും. അതിനു മുമ്പ് സാവിത്രിക്കുട്ടി ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ വടക്കേക്കര തറവാട്ടിലേക്കുള്ള തമ്പുരാന്റെ വരവ് നിൽക്കും. അതുകൊണ്ട് എന്താ ദൂഷ്യം ഉണ്ടാന്ന് അറിയാലോ അച്ഛോ നേർക്ക്, ഇല്ലേ? തമ്പുരാനെ, ഇന്നോളം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്താ ഇപ്പൊ വേണ്ടേ? ഒരു പുടവ കൊടുക്കൂ എന്റെ കുട്ടിക്ക്, എന്നിട്ട് എന്താന്ന് വെച്ചാ ആയിക്കോളൂ. അപ്പോ എന്റെ ജത കൂടെ എരിയണത് കാണണം തള്ളയ്ക്ക്, അല്ലേ? തമ്പുരാനെ, അല്ലാതെ ഇപ്പൊ എന്തിനാ പ്രതാപവർമ്മ സാവിത്രിക്കുട്ടിക്ക് പുടവ കൊടുത്തോ കൊടുത്തില്ലേന്ന് ചോദിക്കണുണ്ടോ ആരേലും? ഈ തറവാടിന്റെ മാനം. ഓഹോ, അങ്ങനൊന്നുണ്ടോ വടക്കേക്കരയ്ക്ക്? അത് അച്ഛൻ നായർ പറഞ്ഞില്ലല്ലോ. ലക്ഷ്മിയമ്മ നടക്കാത്ത കാര്യങ്ങൾ ഒന്നും ചിന്തിക്കണ്ട. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ കൊള്ളാം. എന്താ? ചെല്ലുന്നിടത്തും വിചാരിക്കുന്നിടത്തും ഒക്കെ കൂട്ടിന് തമ്പുരാന് പേർ ഇഷ്ടം പോലെ പെൺകുട്ടികളില്ലേ? എന്നിട്ടും സാവിത്രിക്കുട്ടിയെ എന്തിനാ വെറുതെ? ദയവ് ചെയ്ത് തമ്പുരാൻ ഇനി ഇവിടെ വരരുത്. ആ കുട്ടിയെ ഉപദ്രവിക്കരുത്. പ്രതാപവർമ്മ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. തമ്പുരാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് അന്വേഷിക്കേണ്ട കാര്യവും എനിക്കില്ല. പിന്നെ സാവിത്രിക്കുട്ടിയെ വെറുതെ വിടണമെന്നേ ഞാൻ പറഞ്ഞോളൂ. അത് തീരുമാനിക്കാൻ നീ ആരാ? അവളുടെ സമ്മതക്കാരനോ? തോന്നുമ്പോ ഇവിടെ കയറി വന്ന് അവരെ ശല്യപ്പെടുത്താൻ നമ്മളാരാ? സമ്മതക്കാരനോ?
വേണ്ട. അടിച്ചാൽ ഏത് പൊന്ന് തമ്പുരാനെയും തിരിച്ചടിക്കണമെന്നുള്ളത് എന്റെ നിർബന്ധമാണ്. ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. തെരുവ് ജീവിക്കുന്ന എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ തമ്പുരാൻ അങ്ങനെയല്ല. ഊരും പേരുമില്ലാത്ത ആ തെണ്ടിയാണോ വടക്കേക്കരത്തെ കാര്യക്കാരൻ? എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവൻ ആരധികാരം കൊടുത്തു അറിയണം എനിക്ക്. തമ്പുരാൻ ക്ഷമിക്കണം. ഇവിടത്തേക്ക് എതിരായിട്ട് ഞങ്ങൾ ആരെങ്കിലും മിണ്ടുവോ? രാവും പകലുമില്ലാതെ ചാരായം കുടിച്ചിറക്കുന്ന വിവരദോഷി എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട്. വിവരദോഷമായിട്ട് തോന്നിയില്ല എനിക്ക്. തീയില്ലാണ്ട് പുക ഉണ്ടാവില്ല എന്ന് അറിയാലോ എനിക്ക്, ഇല്ലേ? അറിയാം. എങ്കിൽ പിന്നെ ആ തീ എവിടുന്നാണെന്ന് അറിയണ്ടേ? വേണ്ടടോ? വേണം. അച്ഛനാര് ബുദ്ധിമുട്ടണ്ട. പ്രതാപോർമ്മയുടെ മുമ്പിൽ വാലാട്ടാത്ത ഒരു പട്ടിയും ഈ കാക്കരക്കടവിൽ കുറച്ചിട്ടില്ല. അത് ഓർമ്മയുണ്ടായാ മതി. പറഞ്ഞു കൊടുത്തേക്ക് മരുമോളോടും. വടക്കേക്കര തറവാട്ടില് ആരൊക്കെ വരണം ആരൊക്കെ വരണ്ടാതെ തീരുമാനിക്കാൻ എവിടുന്നോ തെണ്ടി തിരിഞ്ഞു വന്ന സർക്കസുകാരൻ. അവനും ഈ തറവാട് തമ്മിൽ എന്താ ബന്ധം? നിന്നെ തമ്പുരാൻ കാണണോ കാണണ്ടോ നിശ്ചയിക്കാൻ അവൻ നിന്റെ ആരാ? ഇതുവരെ ഈ തറവാടിന് ശാപായിരുന്നു നീ. ഇനിയിപ്പോ തറവാടിന് കളങ്കാവണോ? ആവശ്യമില്ലാത്ത എന്തെങ്കിലും മനസ്സിൽ നിരച്ചുണ്ടെങ്കിൽ വേണ്ട. അത് പ്രതാപോർമ്മ തമ്പുരാനെതിരായി ഒരു ഇല അനങ്ങില്ല ഈ കാക്കരക്കടവില്. അതല്ല, എല്ലാറ്റിനെയും കൂടി പടിയിറക്കി തെണ്ടിക്കാനാ ഭാവച്ചാ പറഞ്ഞാ മതി. അഞ്ചെട്ടെണ്ണുണ്ടല്ലോ, ഒക്കേറ്റിനും വിഷം കൊടുത്തിട്ട് ചത്തോളാം ഞാനും. ജീവിക്കാൻ തമ്പുരാന്റെ സഹായം വേണം, മരിക്കാൻ നിന്റെ സമ്മതം. ഏതാ വേണ്ടത് തീരുമാനിച്ചോളൂ. ഭീമ, ഓ ആ വരവിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം സൽക്കാരം ഒന്നും വേണ്ട. നാരിയോനെ പേറിയോരും നാരെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇപ്പൊ നാറി, എല്ലാം കൊണ്ടും നാറി. എന്ത് പറ്റിയാവോ? പറ്റാൻ ഇനി ഒന്നുമില്ല. കൂടുതൽ എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് ഇവിടുന്ന് കുറ്റിയും പറിച്ച് പൊക്കോളണം. ഇനി ഈ കളി ഇവിടെ വേണ്ട. കേറി മുറത്തിക്കറി കൊട്ടാൻ തുടങ്ങി തെണ്ടികള്. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാതെ കാര്യം എന്താന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അതെ, ആ തല തെറിച്ചോണ്ടല്ലോ സൈക്കിൾ അഭ്യാസി ശങ്കു, അവനോട് ചോദിക്കും, അവൻ പറയും എന്താ കാര്യം. മനസ്സിലായില്ല അല്ലേ? ഇനി ഇവിടെ നിന്ന് തമ്പുരാന്റെ ആൾക്കാർ മനസ്സിലാക്കി തരും. അത് അവനോടുകൂടി പറഞ്ഞേക്ക്. ദേവി, അരുതാത്തത് ചെയ്തെങ്കിൽ ഓർക്കണം. ശങ്കുവിന്റെ വിവരക്കേടാ. മനസ്സിൽ തോന്നിയ മറച്ചു വയ്ക്കാൻ അറിയില്ല. എന്തായാലും ഞാൻ ചെയ്തത് തെറ്റാണോ? തെറ്റും ശരി എനിക്കറിയില്ല. എന്നോടൊന്നും പറയരുത്. ദയവ് ചെയ്ത് ഇനി എന്നെ കാണരുത്. വിധിയുടെ മുമ്പിൽ ഒരുപാട് തോറ്റില്ലേ? അത് ദൈവനിശ്ചയമായിരിക്കാം. പക്ഷെ ആ വൃത്തികെട്ട തമ്പുരാന്റെ മുമ്പിൽ ദേവി തോൽക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ആരൊക്കെ കൂട്ടുനിന്നാലും ദേവി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വിധിയാണത്. ആർക്കും തടുക്കാനാവാത്ത വിധി. അതിന്ന് എനിക്ക് രക്ഷയില്ല. അങ്ങനെ പറയരുത്. ഈ പാണപ്പുഴയ്ക്ക് അപ്പുറത്തും ഒരു ലോകമുണ്ട്. കഴുകനും കടലിനും കൊടുക്കാതെ കാവലിരിക്കാൻ ഞാനും ഉണ്ട്. ഇല്ല, അതിന് കഴിയില്ല. ആരെ കൊണ്ടും കഴിയില്ല. അഗ്നിയാണ് ഞാൻ. തൊട്ടതൊക്കെ കരിഞ്ഞ് ചാമ്പലാവും. ഒരു തുമ്പപ്പൂവിനെ പോലും ആശിച്ച് ഞാനൊന്നും നോക്കാറില്ല. അതും കരിഞ്ഞു പോയാലോ? അതാണ് എന്റെ വിധി. ആ വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. വേണ്ട, മറന്നേക്കൂ. എന്നെ മറന്നേക്കൂ. എന്താ ഇന്ന് ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ? കളി തുടങ്ങേണ്ട നേരമായില്ലേ? പാട്ടൊന്നും വെക്കുന്നില്ലേ? എന്ത് പറ്റി എല്ലാവർക്കും? ഇവിടെ വല്ലവരും ചത്തോ? എന്താ പരമായത്? എന്താ കസ്തൂരി? കസ്തൂരി, കസ്തൂരി, കസ്തൂരി നിൽക്കാൻ. വേണ്ട, പോവിടുന്ന്. കാണണ്ട എനിക്ക്. എന്ത് പറ്റി നിനക്ക്? പറ്റിയത് എനിക്കല്ലല്ലോ. എന്റെ മോള് കരയണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? വിസ്തരിക്കണോ ഞാൻ? കണ്ണോണ്ട് കണ്ടതാ. എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട്. കണ്ടപ്പോഴേ മയങ്ങിപ്പോവാൻ ആ പെണ്ണുവല്ല കൈവശം തന്നോ ചങ്കോണിന്? കസ്തൂരി, ഓ
അവളെ പറ്റി പറഞ്ഞപ്പോ നാവ് പൊങ്ങി. ചങ്കോടന്റെ ആരാ അവള്? എനിക്കറിയണം. ആ പെണ്ണുമായിട്ട് എന്താ ബന്ധം? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വേണ്ട, പറയണ്ട. വലിയോടത്തെ തൊലിവെടുത്ത പെണ്ണിനെ കണ്ടപ്പോ എല്ലാം മറന്നു, എന്നെയും മറന്നു. ഞാൻ ആട്ടക്കാരിയല്ലേ, പാവപ്പെട്ടവളല്ലേ. ഇത്രയും കാലം കൂടെ നടന്ന് മോഹിച്ചിട്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടി. മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് വിചാരിച്ചില്ല. കരിങ്കല്ല മനസ്സില്. ആശിക്കുന്നൊക്കെ ആരോടും ചോദിക്കാതെ കട്ടെടുക്കാറുണ്ട് ഞാൻ. പക്ഷെ ഇത് അന്ന് എന്നോട് പറഞ്ഞില്ലേ, അവകാശമില്ലാത്ത ഒന്നും ആശിക്കരുതെന്ന്. ഇപ്പോഴാ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. മോളെ, മോളെ, എന്റെ മോളെ ശംഖുവണ്ണം വേദനിപ്പിച്ചോ? എന്തെങ്കിലും എന്റെ മോളെ കരയിപ്പിച്ചിട്ടുണ്ടോ ഈ അണ്ണൻ? പിന്നെ എന്തിനാ കരയണ? ദുഷ്ടനാ അല്ലേ? കരിങ്കല്ല എന്റെ മനസ്സില് അല്ലേ? പറഞ്ഞില്ലേ നീയെ? എന്തിനാ എന്റെ മോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയത്? എന്തിനാ വെറുതെ ആശിക്കാൻ പോയത്? ഈ തോളത്തിട്ട് പാട്ടുപാടി ഉറക്കിയിട്ടില്ല നിന്നെ ഞാൻ. നീ അണ്ണാന്നല്ലേ ഇതുവരെ എന്നെ വിളിച്ചിട്ടുള്ളൂ. തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ അണ്ണൻ? പിന്നെ എന്തിനാ വെറുതെ കരയുന്നത്? കണ്ടോ ഇവള് കരയണത്? തെരുവിന്ന് കൈ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടു വരുമ്പോ അച്ഛാന്ന് വിളിക്കാനല്ലേ എന്നെ പഠിപ്പിച്ചത്. ഇന്ന് വരെ ഞാൻ അങ്ങനെയല്ലേ വിളിച്ചിട്ടുള്ളൂ. 1.5 വയസ്സുള്ള ഇവളെ ഈ കൈത്തണ്ടേ വെച്ച് വരുമ്പോ പെങ്ങളാണെന്ന് കരുതാനല്ലേ പറഞ്ഞത്. ഇതുവരെ ഞാൻ അങ്ങനെയല്ലേ കരുതിയിട്ടുള്ളൂ. പിന്നെ എന്തിനാ വെറുതെ? ഞാൻ ഇല്ല, കഴിക്കണ്ടേ? വേണം.